എറണാകുളം കൊല്ലം റൂട്ടിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി പുതുതായി അനുവദിച്ച മെമു ട്രെയിൻ ഇന്നു മുതൽ സർവീസ് തുടങ്ങുകയാണ്. തൃപ്പൂണിത്തുറയിലേക്കാണ് ഇപ്പോൾ സർവീസ് എത്തിയിരിക്കുന്നത്. ആദ്യ സർവീസിൽ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃപ്പൂണിത്തുറയിലേക്ക് ട്രെയിൻ എത്തിയത് തിങ്ങി നിറഞ്ഞാണ്. വലിയൊരു യാത്രക്കാർ ഇവിടെ ഇറങ്ങിയിരുന്നു. നിങ്ങളിവിടെ സ്ഥിരം യാത്ര ചെയ്യുന്നതാണോ? ഇപ്പോൾ ഇന്ന് മെമുവിൻ്റെ ആദ്യ സർവീസാണ്. എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. കാരണം ഭയങ്കര ആശ്വാസമാണ്. ആ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. പാലരുവിയിലൊക്കെ തിങ്ങി നിറങ്ങി തൂങ്ങി നിന്നാണ് യാത്ര ചെയ്തിരുന്നത്. പാലരുവിയിലൊക്കെ ആൾക്കാർ കുഴഞ്ഞു വീണ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ? തിരക്ക് കാരണം അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടിരുന്നോ? ലേഡീസും ഇല്ലായിരുന്നു. ഏറ്റവും ബാക്കിൽ ഡോറെ തൂങ്ങിയൊക്കെ നിൽക്കും. ഞങ്ങൾക്ക് സന്തോഷമായി. ഇപ്പം എല്ലാ മറ്റേ ട്രെയിനൊക്കെ പാലരുവിക്കൊക്കെ കുഴഞ്ഞു വീഴുന്ന എത്ര പേര് വയ്യാതെ ആയിട്ടുണ്ടെന്നറിയാമോ? അപ്പോൾ ഇതും കൂടെ ഇട്ടത് കയറാൻ നല്ല സൗകര്യമായി. വേണാടിനും ഈ മെമ്മുവിനൊക്കെ ഇടയ്ക്കൊരു വണ്ടി ഒരു 3-4 മണിയൊക്കെ ആകുമ്പോൾ ഒരു വണ്ടി ആവശ്യമല്ലേ? 1:35 3 കഴിഞ്ഞാൽ പിന്നെ വണ്ടിയിൽ ട്രെയിനില്ലല്ലോ. വൈകിട്ട് രാവിലത്തെ ഒരു പ്രശ്നം പരിഹാരമായോ? ആ പരിഹാരമായി. ഇത് വന്നതോടുകൂടി ആയല്ലോ. അപ്പോൾ വൈകുന്നേരം അങ്ങനെ ഒരു ട്രെയിൻ ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇത് മാത്രമല്ല, മറ്റു ആവശ്യങ്ങൾ വൈകിട്ടും ഇത്തരത്തിലുള്ളൊരു സൗകര്യം വേണമെന്നുള്ളതാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. അതെ, യാത്രക്കാരുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു ഈ പാലരുവിക്കും വേണാടിനും ഇടയ്ക്ക് ഒരു മെമു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നോക്കിയാൽ തന്നെ ഫസ്റ്റ് സർവീസിൽ തന്നെ ഇത്രയും തിരക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. മാത്രമല്ല പാലരുവി ഇപ്പം വേണാടിൽ ആളുകൾ തലയിറങ്ങി വീഴുന്നുണ്ട്, പാലരുവിയിൽ ആളുകൾ തലയിറങ്ങി വീഴുന്നുണ്ട്. അതിലൊക്കെ ഒരു അറുതി വരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വളരെയധികം സന്തോഷം. എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. ഇത് തിരിച്ചും വൈകുന്നേരം ഞങ്ങൾക്ക് ഇപ്പം അലോട്ട് ചെയ്തിട്ടില്ല എങ്കിലും വൈകുന്നേരം ഒരു സർവീസ് കൂടി ഞങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമാണ്. മടക്ക യാത്രയ്ക്കും അതുപോലെ ഇനി ഇടയ്ക്കുള്ള ചില സ്റ്റേഷനുകൾ കൂടി അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെ കൂടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കുക എന്നുള്ളതും ഒരു ന്യായമായ യാത്രക്കാരുടെ ആവശ്യമാണ്. അതും റെയിൽവേ പരിഗണിക്കും എന്ന് തന്നെയാണ് പൂർണ്ണമായ വിശ്വാസം. മറ്റുള്ള ട്രെയിനെ അപേക്ഷിച്ച് നമുക്ക് വളരെ കംഫർട്ടബിളാണ്. മീൻസ് നല്ല ഒരു നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു ബോഗീസൊക്കെയാണ് എല്ലാം. നവംബർ 29 വരെ മാത്രമാണ് ഷെഡ്യൂൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് നീട്ടി കിട്ടണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം. തന്നെയാണ്. മീൻസ് ഈ സമയത്ത് ഇവിടെ എത്തേണ്ടവർ ഒരുപാട് പേരുണ്ട്. 9:30 സമയമാകുമ്പോഴത്തേക്ക് എത്തേണ്ടത്. 10 മണിക്കൊക്കെ ഡ്യൂട്ടിക്ക് പോകേണ്ടവർക്കെല്ലാം അത് ഭയങ്കര ഉപകാരമായിരിക്കും. റെയിൽവേ സാങ്കേതിക കുഴപ്പങ്ങളെന്നും പറഞ്ഞ് ഇനി ഇത് പിൻവലിക്കാണ്ടിരുന്നാൽ മതി. എത്ര ദിവസം ഓടുമെന്ന് അറിയില്ല. തിരിച്ചും ഞങ്ങൾക്ക് വൈകുന്നേരം ഇതുപോലൊരു മെമു സർവീസ് നമുക്ക് ഇൻ ബിറ്റ്വീൻ മെമുവിനും വേണാടിനും ഇടയ്ക്ക് വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. എന്തായാലും യാത്രക്കാരെല്ലാം ഹാപ്പിയാണ്. രാവിലെ 5:55 കൊല്ലത്ത് നിന്ന് മെമു ട്രെയിൻ എടുക്കുന്നത്. 9:35 എറണാകുളം സൗത്തിൽ എത്തും. വൈകിട്ടും സമാനമായ അവസ്ഥകളുണ്ട്, യാത്രാക്ലേശമുണ്ട്. അതും കൂടെ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ട്രെയിൻ വേണമെന്നുള്ളൊരു ആവശ്യവും ഈ യാത്രക്കാർ ഉന്നയിക്കുന്നുണ്ട്. നിഖിൽ ജോസഫിനൊപ്പം എസ്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.